നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. മുത്തച്ഛനെ കൊലപ്പെടുത്തിയ 13കാരി, ഒപ്പം 3 കുറ്റവാളികളും. പഠിച്ച കള്ളിയാണ് 13കാരി. അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ അവൾ പൊട്ടിക്കരഞ്ഞു. മാതാപിതാക്കളിൽ നിന്ന് തനിക്ക് സ്നേഹം ലഭിച്ചിട്ടില്ല. ചോദ്യം ചെയ്യലിലുടനീളം അവൾക്ക് ഭാവഭേദമില്ല. 13കാരിക്കൊപ്പം കൊലപാതകത്തിൽ പങ്കെടുത്ത 3 കുറ്റവാളികൾ. അവർക്കും ഭാവവ്യത്യാസമില്ല. കൊലപാതകത്തിൽ കുറ്റം ചെയ്തു എന്ന കൂസലില്ല. ശിക്ഷയെക്കുറിച്ചും ഇനിയുള്ള ചോദ്യം ചെയ്യൽ രീതിയെക്കുറിച്ചുമൊക്കെ അവർക്ക് നല്ല ധാരണ. ഗൂഗിളും ChatGPTയും ഒക്കെ നോക്കി അവരെല്ലാം മനസ്സിലാക്കിയിരിക്കുന്നു. 13കാരിയുടെ പശ്ചാത്തലം പോലീസ് വിവരിക്കുന്നു. അവളുടെ അമ്മ വിദേശത്താണ്. ഇടയ്ക്ക് 10 ദിവസത്തേക്ക് നാട്ടിൽ അവധിക്ക് വരും. അപ്പോൾ കുട്ടിയെ ശ്രദ്ധിക്കാനൊന്നും അവർക്ക് സമയമില്ല. ഈ കുട്ടി ബന്ധുക്കളുടെ വീടുകളിൽ മാറി മാറി താമസിക്കും. കൊലപാതകം നടത്തിയ 3 കുറ്റവാളികളുടെ കുടുംബ പശ്ചാത്തലവും സമാനം തന്നെ. കരുവാറ്റയിൽ വയോധികനെ കൊലപ്പെടുത്താൻ പെൺകുട്ടിയും മറ്റ് കുറ്റവാളികളും ചേർന്ന് നടത്തിയത് ആഴ്ചകളോളം നീണ്ട ആസൂത്രണം. പെൺകുട്ടിയുടെ അമിത മൊബൈൽ ഫോൺ ഉപയോഗവും രാത്രി വൈകി പുറത്തു പോകുന്നതുമൊക്കെ വയോധികൻ വിലക്കിയിരുന്നു. ഇതിൽ പകമൂത്ത് തൻ്റെ മറ്റ് കൂട്ടുകാരോട് അവൾ ഈ വയോധികനെ കൊന്നുകളയുന്നതിനെക്കുറിച്ച് ആലോചിച്ചു. കുടുംബത്തിലെ പ്രശ്നങ്ങൾ അവളെ വീട്ടുകാരിൽ നിന്ന് അകറ്റി. ഈ തക്കം നോക്കിയാണ് മറ്റു കുറ്റവാളികൾ അവളുമായി ചേർന്നത്. തൻ്റെ സ്വാതന്ത്ര്യത്തിനും ഇഷ്ടത്തിനും എതിർ നിൽക്കുന്ന ആ വൃദ്ധനെ കൊലപ്പെടുത്താൻ 13കാരി ആദ്യം തീരുമാനമെടുത്തു. പിന്നെ തൻ്റെ സുഹൃത്തുക്കളായ ആ കുറ്റവാളികളോട് ഇക്കാര്യം തുറന്നു പറയുന്നു. പെൺകുട്ടിക്ക് 13 വയസ്സ്, മറ്റു പ്രതികൾക്ക് 18 വയസ്സിൽ താഴെ. എന്നാൽ ഇവരെ കുറ്റവാളികളായി പരിഗണിക്കരുത് എന്നാണ് പോലീസ് ആവശ്യപ്പെട്ടിരിക്കുന്നത് കോടതിയോട്. സാധാരണഗതിയിൽ ബാലനീതി നിയമപ്രകാരമാണ് നടപടികൾ എടുക്കേണ്ടി വരിക. അങ്ങനെ വന്നാൽ കുട്ടികൾ എളുപ്പം രക്ഷപ്പെടും. അവർ ചെയ്ത കുറ്റകൃത്യത്തിൻ്റെ കാഠിന്യം കണക്കിലെടുത്ത് ശക്തമായ ശിക്ഷ അവർക്ക് നൽകണമെന്നാണ് പോലീസിന്റെ ആവശ്യം. ഈ കൊലപാതകം നടത്തിയ രീതി കേരളത്തെയും പോലീസിനെയും ഒരുപോലെ അമ്പരപ്പിക്കുന്നു. കൊല്ലത്ത് നിന്ന് കിലോമീറ്ററുകൾ സഞ്ചരിച്ചാണ് ഇവർ കരുവാറ്റയിലെത്തിയത്. വീടിന്റെ ഷീറ്റ് പൊളിച്ചകത്ത് കിടന്ന് വയോധികനെ അതിക്രൂരമായി ഇവർ കൊലപ്പെടുത്തി. കത്തി ഉപയോഗിച്ച് ദേഹമാസകലം മുറിവേൽപ്പിച്ചതിന് ശേഷം ബെഡ്ഷീറ്റ് ഉപയോഗിച്ച് കൈകാലുകൾ കെട്ടിയിട്ടു. തുടർന്ന് കയർ കഴുത്തിൽ കുരുക്കി ശ്വാസം മുട്ടിച്ചു കൊന്നു. ഇഞ്ചിഞ്ചായി ആ വൃദ്ധനെ ഈ കുറ്റവാളികൾ കൊലപ്പെടുത്തുകയായിരുന്നു. 13കാരി തന്നെയാണ് ഈ ക്രൂര കൊലപാതകത്തിന് പിന്നിലെ ബുദ്ധികേന്ദ്രം. ആ വൃദ്ധനെ മൃഗീയമായി മർദ്ദിച്ച് കൊലപ്പെടുത്തണമെന്ന നിർദ്ദേശമാണ് തൻ്റെ കൂട്ടുകാർക്ക് അവൾ നൽകിയത്. വീട്ടിൽ മറ്റാരുമില്ല എന്ന വിവരം ഈ കുറ്റവാളികൾക്ക് നൽകിയത് ഇവൾ തന്നെ. സ്വർണം എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത് എന്ന് കൃത്യമായി അവൾ ഈ കുറ്റവാളികളെ അറിയിക്കുന്നു. കൊലപാതകത്തിന് ശേഷം പെൺകുട്ടി നടത്തിയ അഭിനയം അത് പോലീസിനെ മാത്രമല്ല കേരളത്തെ ആകെ ഞെട്ടിച്ചു കളയുന്നു. ശനിയാഴ്ച രാത്രി കൊലപാതകം നടന്നതിന് ശേഷം പെൺകുട്ടി വീട്ടിലെത്തി അപ്പൂപ്പനെ കാണാനില്ല എന്ന് അയൽക്കാരോട് പറയുന്നത് തുടങ്ങി അവസാന നിമിഷം അവൾ കുടുങ്ങുന്നത് വരെയുള്ള ഓരോ ദൃശ്യങ്ങളിലും ഒരു പക്ക ക്രിമിനൽ ബുദ്ധി നമുക്ക് കാണാം. നിലവിൽ 4 പ്രതികളാണ് പോലീസ് കസ്റ്റഡിയിലുള്ളത്. ഇതിൽ നേരിട്ട് കൊലപാതകത്തിൽ പങ്കെടുത്ത 3 പേരെയും പ്രായത്തിന്റെ പേരിൽ ലഭിക്കുന്ന നിയമപരമായ ഇളവുകളിൽ നിന്ന് ഒഴിവാക്കാനാണ് പോലീസ് ശ്രമിക്കുന്നത്. ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് നാളെ തന്നെ സമർപ്പിക്കും. ഈ റിപ്പോർട്ട് അംഗീകരിക്കപ്പെട്ടാൽ സാധാരണ ക്രിമിനൽ കേസുകളിലെ പ്രതികളെ കൈകാര്യം ചെയ്യുന്നത് പോലെ കടുപ്പമേറിയ ശിക്ഷ നടപടികൾ ഇവർക്ക് നേരെയുണ്ടാകും. വയോധികനും കുടുംബത്തിനും പരിസരത്തുള്ളവരുമായി കാര്യമായ അടുപ്പമില്ലായിരുന്നുവെന്നാണ് അയൽവാസികൾ പറയുന്നത്. സൗമ്യനാണ് ഈ വയോധികൻ. 2 വർഷം മുൻപ് ഇവർ കൊല്ലത്ത് നിന്ന് കരുവാറ്റയിലെത്തി. അവിടെ 10 സെന്റ് സ്ഥലം വാങ്ങി. ഈ സ്ഥലത്ത് 2 പെൺമക്കൾക്ക് ഓരോ വീടുകൾ വെച്ചു കൊടുക്കാനുള്ള ശ്രമം. സ്ഥലമുടമയുടെ വീട്ടിൽ തന്നെ വാടകയ്ക്ക് താമസവും ആരംഭിച്ചു. ഗൃഹനാഥൻ കൊല്ലപ്പെട്ടതിന് ശേഷവും കൊച്ചുമകൾക്ക് യാതൊരുവിധ ഭാവവ്യത്യാസവും ഇല്ലായിരുന്നു എന്ന് നാട്ടുകാർ പറയുന്നു. പിറ്റേ ദിവസം 2 വട്ടം കൊച്ചുമകൾ വാടക വീട്ടിലെത്തി. ഈ വരവിൽ സമീപത്തെ കടയിൽ കയറി അവൾ പലഹാരവും വാങ്ങി. 16-ാം തീയതി രാത്രി 2 ചെറിയ കുട്ടികൾക്കൊപ്പമാണ് പെൺകുട്ടി കടയിലെത്തി പലഹാരമൊക്കെ വാങ്ങി പിന്നീട് അവിടെ നിന്ന് തിരികെ പോകുന്നത്. ആ ദിവസങ്ങളിൽ അവൾ താമസിച്ചത് സുഹൃത്തുക്കളുടെ വീട്ടിലാകാമെന്ന് അയൽക്കാർ പറയുന്നു. ആദ്യം 3 പാക്കറ്റ് പൊട്ടറ്റോ ചിപ്സ് വാങ്ങി വീട്ടിൽ പോയി പരിസരത്തൊക്കെ ഒന്ന് കറങ്ങി വീണ്ടും തിരികെ വരുമ്പോൾ ഒന്നുകൂടി കടയിലേക്ക് 2 പാക്കറ്റ് ചിപ്സ് കൂടി അവൾ വാങ്ങി. മുത്തച്ഛൻ വീട് തുറക്കുന്നില്ല എന്ന് മുത്തശ്ശിയെ വിളിച്ചറിയിച്ചതും ഇതേ പെൺകുട്ടി. തുടർന്ന് SNDP യോഗം ഭാരവാഹിയുടെ ഫോൺ നമ്പർ വേണമെന്ന് പറഞ്ഞ് വീടിനടുത്തുള്ള ഒരു കടയുടമയെ മുത്തശ്ശി വിളിക്കുന്നു.
മുത്തച്ഛൻ മദ്യപിച്ച് കിടക്കുന്നത് കൊണ്ടാണ് വീട് തുറക്കാത്തതെന്നാണ് താൻ കരുതുന്നതെന്ന് കൊച്ചുമകൾ മുത്തശ്ശിയെ വിളിച്ചു പറയുന്നു. കരുവാറ്റയിലെ കൊലപാതകത്തിൽ നടുങ്ങി നിൽക്കുകയാണ് പരവൂർ കൊച്ചാലമ്മൂട് ലക്ഷം വീടിന് സമീപത്തെ താമസക്കാർ. ബന്ധുവായ കൗമാരക്കാരി പിതാവിനൊപ്പം പരവൂർ കല്ലുംകുന്നിൽ താമസിക്കുമ്പോഴാണ് പ്രതികളായ കൗമാരക്കാരെ അവൾ പരിചയപ്പെടുന്നത്. ഈ സൗഹൃദത്തിൽ കുടുംബം കടുത്ത വിലക്ക് ഏർപ്പെടുത്താൻ ശ്രമിച്ചു. എന്നാൽ അവൾ കൂസാക്കിയില്ല. തൻ്റെ ഉറ്റ കൂട്ടുകാരാണവർ, അവരുമായുള്ള സൗഹൃദം ഒഴിവാക്കില്ല എന്ന വാശിയിലായിരുന്നു പെൺകുട്ടി. ആലപ്പുഴയിലേക്ക് താമസം മാറാൻ ഈ പെൺകുട്ടിയുടെ കൂട്ടുകെട്ടും മുഖ്യ കാരണമാണ്. ആലപ്പുഴയിലേക്ക് താമസം മാറിയതിനു ശേഷവും അവൾ തൻ്റെ കൂട്ടുകാരുമായുള്ള ബന്ധം തുടർന്നു. പിതാവിൻ്റെ അമ്മ മരിച്ചതോടെ കല്ലുംകുന്നിലെ വീട്ടിലേക്ക് വരുന്നത് വളരെ കുറഞ്ഞു. പ്രതികളായ കൗമാരക്കാരെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് എത്തുമ്പോൾ അവർക്ക് യാതൊരുവിധ ഭാവവ്യത്യാസവുമില്ല. സ്വന്തം മക്കൾ കൊലപാതകം ചെയ്തുവെന്നറിഞ്ഞ ആ മാതാപിതാക്കൾ ഞെട്ടിത്തെറിച്ചുപോയി. അമ്മമാർ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പോലീസിനോട് പറഞ്ഞു, എൻ്റെ മക്കൾ അങ്ങനെ ചെയ്യില്ല. ഇക്കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയിലാണ് കൗമാരക്കാരെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് അവരുടെ വീട്ടിലെത്തിയത്. അമ്മമാർ അലമുറയിട്ടു. എന്നാൽ പോലീസ് കൗമാരക്കാരെ പിടികൂടി പുറത്തേക്ക് നിർത്തുമ്പോൾ പോലീസിൻ്റെ ചോദ്യങ്ങൾക്കെല്ലാം അവർ കൃത്യമായ ഉത്തരം നൽകി. രാത്രി സഞ്ചാരങ്ങൾ പതിവായതുകൊണ്ട് ഇവർ കൃത്യമായി വീട്ടിലെത്തുന്നുണ്ടോ എന്ന് വീട്ടുകാർക്ക് പോലും വലിയ നിശ്ചയമില്ല. സാമ്പത്തികമായി ഏറെ പിന്നോക്കം നിൽക്കുന്നവരാണ് ഈ 3 വീട്ടുകാരും. എന്നാൽ മക്കൾ ഒരു ആഡംബര ജീവിതം നയിച്ചു. അതിനുള്ള പണം എവിടെ നിന്ന് അവർക്ക് കിട്ടുന്നു എന്ന് പോലും ആ അച്ഛനമ്മമാർ തിരക്കിയില്ല. കൗമാരക്കാരായ 3 പേരുടെയും വിദ്യാഭ്യാസ യോഗ്യത 10ാം ക്ലാസ്, +1, +2 എന്നീ നിലയിൽ മാത്രം. ഒരുമിച്ച് പഠിച്ചൊന്നുമല്ല ഇവർ ഈ സൗഹൃദ കൂട്ടായ്മയിലെത്തിയത്. ഇവർ അപ്രദേശത്ത് മറ്റു വിദ്യാർത്ഥികൾക്കൊപ്പം സംഘം ചേരുന്നതും ആളൊഴിഞ്ഞ സ്ഥലങ്ങളിലും കായൽവാരങ്ങളിലും തമ്പടിക്കുന്നതുമൊക്കെ ഒരു സ്ഥിരം പരിപാടിയാണ്. ഇവരുടെ കൂടിക്കാഴ്ചകൾ പലപ്പോഴും ദുരൂഹത നിറഞ്ഞതാണ് എന്ന് നാട്ടുകാർ പറയുന്നു. ലഹരി ഉപയോഗവും വിൽപ്പനയും ഇവർ നടത്തിയിരുന്നു എന്ന സംശയം നാട്ടുകാരിൽ ശക്തം. കൊലപാതകത്തിന് ശേഷം കവർച്ച നടത്തിയ സ്വർണത്തിൻ്റെ ചെറിയൊരു ഭാഗം വിൽപ്പന നടത്താൻ ഇവർ ഏൽപ്പിച്ചത് പ്രായപൂർത്തിയായ ഒരു മോഷണ കേസ് പ്രതിയെ. ഇയാളെ കസ്റ്റഡിയിലെടുത്ത പോലീസ് ഇന്നലെ തെളിവെടുപ്പിന് കല്ലുംകുന്നിലെത്തിച്ചിരുന്നു. പലപ്പോഴും ഈ പെൺകുട്ടി കൊല്ലത്തെ ഈ കൂട്ടുകാരെ കാണാൻ കരുവാറ്റയിൽ നിന്നെത്തും. കൂട്ടുകാർക്കൊപ്പം അർദ്ധരാത്രി വരെ ഇവൾ ചിലവഴിക്കും. ഗ്രഹനാഥനെ കൊലപ്പെടുത്താൻ വലിയ ആസൂത്രണമാണ് ഈ കുട്ടിക്കുറ്റവാളികൾ ചേർന്ന് നടത്തിയത്. ആദ്യം പദ്ധതിയിട്ടത് വീടിൻ്റെ ഓട് നീക്കി മുകളിൽ നിന്ന് ഭാരമുള്ള ഒരു കല്ല് വൃത്തന് നേർക്കിടാൻ. എന്നാൽ വീടിൻ്റെ മേൽക്കൂരയിൽ കയറി ഓട് നീക്കിയപ്പോഴാണ് മച്ചുണ്ടെന്ന് മനസ്സിലായത്. ആ പദ്ധതി പൊളിഞ്ഞു. പിന്നീട് ശുചിമുറിയിലൂടെ അകത്ത് കടക്കാൻ തീരുമാനമെടുത്തു. 15-ാം തീയതി മാവേലി എക്സ്പ്രസിൽ ഹരിപ്പാട്ടെത്തിയ പ്രതികൾ ബസ്സിൽ കരുവാറ്റയിലിറങ്ങി. ഓട്ടോയിൽ വാടക വീട്ടിന് സമീപത്തെത്തി. വീടിന് പിന്നിലുള്ള ശുചിമുറിയിൽ എക്സോസ്റ്റ് ഫാനിന് വേണ്ടി തുറന്നിട്ടിരിക്കുന്ന ചെറിയ ഭാഗത്തുകൂടി മേൽക്കൂരയുടെ ഷീറ്റ് ഉയർത്തി 2 പേർ അകത്ത് കയറി 2 പേർ പിന്നീട് വീടിൻ്റെ മുൻവാതിൽ തുറന്ന് 3ാമനെയും അകത്ത് കയറ്റി. ഗ്രഹനാഥനെ അതിക്രൂരമായി മർദ്ദിക്കുന്നു. കത്തികൊണ്ട് ദേഹമാസകലം ഇവർ വരഞ്ഞു. പിന്നീടാണ് അതിക്രൂരമായി വൃദ്ധനെ കൊലപ്പെടുത്തിയത്. വീട്ടിൽ നിന്ന് കവർന്നത് 4.5 പവൻ്റെ സ്വർണ്ണാഭരണങ്ങൾ. അതിലാണ് 1.5 ഗ്രാം തൂക്കമുള്ള ആഭരണം പ്രതികൾ 16,000 രൂപയ്ക്ക് വിറ്റത്. ബാക്കി സ്വർണം പ്രതികളുടെ വീടുകളിൽ നിന്ന് പോലീസ് കണ്ടെടുത്തു. വിൽപ്പനയ്ക്ക് സഹായിച്ചയാളോട് ഈ ക്രൂര കൊലപാതകത്തെക്കുറിച്ച് കുറ്റവാളികൾ വെളിപ്പെടുത്തിയിരുന്നില്ല. പ്രശ്നങ്ങൾ നിറഞ്ഞ കുടുംബാന്തരീക്ഷവും കുറ്റവാളികളായ ഈ കുട്ടിക്കുറ്റവാളികളും ഒത്തുള്ള കൂട്ടുകെട്ടുമാണ് ഇത്തരമൊരു ക്രൂര കൊലപാതകത്തിന് കാരണം. വിദേശത്ത് ജോലി ചെയ്തിരുന്ന അമ്മയുടെ അസാന്നിധ്യം, ബന്ധുഗ്രഹങ്ങളിലെ മാറിയുള്ള താമസം, ഇക്കാലയളവിൽ ക്രിമിനലുകളായ പലരും ഈ പെൺകുട്ടിയുടെ സുഹൃത്തുക്കളായി മാറുന്നു. പലതവണയാണ് അവൾ വീട്ടിൽ നിന്ന് ഒളിച്ചോടിയത്. മോശം കൂട്ടുകെട്ട്, ഉറ്റ ബന്ധുക്കളിൽ നിന്നുള്ള മോശം പെരുമാറ്റം, ഇതൊക്കെ ഈ പെൺകുട്ടിയുടെ ജീവിത രീതിയെ ബാധിച്ചു. സംഘർഷഭരിതമായ ജീവിതത്തിലൂടെയാണ് പെൺകുട്ടി കടന്നുപോയത് എന്ന് പോലീസ് പറയുന്നു. ആ പ്രായത്തിന് ചേരാത്ത ക്രൂരമായ കൊലപാതകാസൂത്രണത്തിന് ആ പെൺകുട്ടിക്ക് പ്രേരകമായതും ഇത്തരം ഘടകങ്ങൾ. സ്വർണം കവർന്നാൽ മാത്രം പോരാ, വൃദ്ധനെ മർദ്ദിച്ചാലും തീരില്ല ആ പക. അയാളെ കൊലപ്പെടുത്തണമെന്ന കർക്കശ നിർദ്ദേശമാണ് തൻ്റെ കൂട്ടുകാർക്ക് അവൾ നൽകിയത്. കൊലപാതകം വീഡിയോ കോളിൽ തത്സമയം കണ്ട് അവൾ ഉറപ്പുവരുത്തി. സംഭവത്തിൻ്റെ മുഖ്യ ആസൂത്രക പെൺകുട്ടി തന്നെ. അവളുടെ അമ്മയുടെ ആദ്യ വിവാഹത്തിലാണ് അവൾ പിറന്നത്. അവൾ പിറന്ന് അധികം കഴിയും മുൻപ് തന്നെ വിവാഹമോചനം നേടിയ മാതാപിതാക്കൾ. പിന്നീട് അമ്മ വിദേശത്ത് ജോലിക്ക് പോകുന്നു. പരവൂർ പ്രീ പ്രൈമറി വിദ്യാഭ്യാസത്തിന് ശേഷം ആലപ്പുഴയിലെ ചിൽഡ്രൻസ് ഹോമിൽ കുട്ടി വളരുന്നു.
6ാം ക്ലാസ്സിൽ പരവൂരിലെ സ്കൂളിലും 7ാം ക്ലാസ്സിൽ നെടുങ്കോലത്തെ സ്കൂളിലും അവൾ പഠിച്ചു. വീട്ടിൽ നിന്ന് അക്രമം നേരിടുന്നുവെന്ന് ഒട്ടേറെ തവണ സ്കൂളിൽ കുട്ടി പരാതിപ്പെട്ടു. തനിക്ക് ഷെൽട്ടർ ഹോമിലേക്ക് പോകാൻ താല്പര്യമില്ല, അതുകൊണ്ട് റിപ്പോർട്ട് ചെയ്യരുത് എന്ന് സ്കൂൾ അധികൃതരോട് അവൾ കരഞ്ഞു പറഞ്ഞിരുന്നു. ഇതിനിടയിലാണ് വിദേശത്ത് വെച്ച് പരിചയപ്പെട്ട ഒരു ആലപ്പുഴ സ്വദേശിയുമായി അമ്മയുടെ പുനർവിവാഹം. ഇതോടെ അവൾ പൂർണ്ണമായി ഒറ്റപ്പെട്ടു. അമ്മ പൂർണ്ണമായി തന്നിൽ നിന്ന് അകന്നു എന്ന് തോന്നിയ നാളുകൾ. ഇതിന് പിന്നാലെ നിരവധി തവണ അവൾ വീട് വിട്ടിറങ്ങി. ഓരോ തവണ അവളെ കാണാതാകുമ്പോഴും വീട്ടുകാർ പോലീസിൽ പരാതി നൽകും. പിന്നീട് പോലീസ് ശ്രമകരമായി കുട്ടിയെ കണ്ടെത്തും. വീട്ടിൽ നിന്ന് ഭക്ഷണമൊന്നും തനിക്ക് തരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പലപ്പോഴും മറ്റ് കൗമാരക്കാരുടെ വീട്ടിൽ അവളെത്തും, അവിടെ താമസിക്കും. ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ പൊതുപ്രവർത്തകർ ഇടപെട്ടാണ് അവളെ തിരികെ വീട്ടിലെത്തിക്കുന്നത്. വൃദ്ധന്റെ കയ്യിലുള്ള സ്വർണം മോഷ്ടിക്കാൻ നേരത്തെ ഒരു 17കാരനുമായി അവൾ പദ്ധതിയിട്ടിരുന്നു. ഇക്കഴിഞ്ഞ 14-ാം തീയതി ഇപ്പോൾ കൊലപാതകികളായ ആ കുറ്റവാളികളോട് തൻ്റെ ഉറ്റ ബന്ധു തന്നോട് മോശമായി പെരുമാറി എന്നവൾ പരാതി പറയുന്നു. അയാൾ മർദ്ദിച്ചാൽ തൻ്റെ കലി തീരില്ല, കൊന്നുകളയണമെന്നാണ് അവൾ കൂട്ടുകാരോട് പറഞ്ഞത്. മൊബൈൽ ഫോൺ രാത്രി വൈകി ഉപയോഗിക്കാൻ അനുവദിക്കുന്നില്ല. അസമയത്ത് പുറത്തേക്ക് ഇറങ്ങിപ്പോയാൽ അയാൾ വല്ലാത്ത കലിപ്പുണ്ടാക്കും, അതുകൊണ്ട് ഇനി അയാൾ ജീവിച്ചിരിക്കണ്ട. അങ്ങനെ 15-ാം തീയതി രാത്രി 17കാരനായ അവളുടെ കൂട്ടുകാരനും 2 സുഹൃത്തുക്കളുമൊത്ത് വൃദ്ധനെ കൊലപ്പെടുത്താൻ കരുവാറ്റയിലെത്തുന്നു. ക്രൂര കൊലപാതകത്തിന് ശേഷമാണ് പ്രതികൾ ഹരിപ്പാട് KSRTC സ്റ്റാൻഡിന് മുന്നിലുള്ള ഒരു തട്ടുകടയിൽ പുലർച്ചെയെത്തി ഭക്ഷണം കഴിക്കുന്നത്. സക്സസ് പാർട്ടി എന്നാണ് അവർ ഇതിനെ വിശേഷിപ്പിച്ചത്. പ്രതികൾ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചു. യാതൊരുവിധ ഭാവവ്യത്യാസവുമില്ല. കടുത്ത ആഹ്ലാദത്തിലായിരുന്നു അവർ. ഭക്ഷണം കഴിച്ചതിന് ശേഷം അവർ കൊല്ലത്തേക്ക് മടങ്ങിയത് ബസ്സിൽ. തിങ്കളാഴ്ച രാവിലെ വരെ പിടിക്കപ്പെടില്ല എന്ന ചിന്ത. ഇതിനിടയിലാണ് ശിവൻകുട്ടിയുടെ ചെറുമകളുടെ പെരുമാറ്റത്തിൽ സംശയം പോലീസിന് തോന്നുന്നത്. ഉറ്റ ബന്ധു വീട്ടിൽ മരിച്ചു കിടക്കുമ്പോൾ സ്കൂൾ യൂണിഫോം ധരിച്ച് ഓണപ്പരീക്ഷ എഴുതാനായി അവൾ വീട്ടിൽ നിന്നിറങ്ങുന്നു. ഇതോടെ അവിടെ എത്തിയ വനിതാ പോലീസ് ഉദ്യോഗസ്ഥയ്ക്കൊരു സംശയം. തുടർന്ന് പെൺകുട്ടിയെ അരികിലേക്ക് വിളിച്ച് ഈ ഓണപ്പരീക്ഷ എഴുതണോ എന്ന് വനിതാ പോലീസ് ഉദ്യോഗസ്ഥ ചോദിക്കുന്നു. അവൾ പറയുന്നു, എനിക്ക് പരീക്ഷ എഴുതണം. അവളുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ പോലീസ് ഉദ്യോഗസ്ഥ ആ മൊബൈൽ ഫോൺ ഒന്ന് തരാൻ അവളോട് പറഞ്ഞു. അവൾ വല്ലാതെ പതറി, മൊബൈൽ ഫോൺ കൊടുക്കുന്നില്ല. തുടർന്ന് പോലീസ് അനുനയത്തിൽ മൊബൈൽ ഫോൺ വാങ്ങി. അതിൽ നിറയെ ഫോൺ കോളുകൾ. സംശയം തോന്നിയ വനിതാ പോലീസ് അവളെ ഒന്ന് ചോദ്യം ചെയ്തു. ഒന്നും വിട്ടു പറയുന്നില്ല. അപ്പോൾ തന്നെ പോലീസ് ഉദ്യോഗസ്ഥ ഉറപ്പിച്ചു, ഈ കൊലപാതകത്തിൽ കൊച്ചുമകൾക്ക് പങ്കുണ്ട്. സംഭവ ദിവസം അവൾ സുഹൃത്തിൻ്റെ വീട്ടിൽ താമസിച്ചത് കൃത്യമായ പദ്ധതിയിട്ട്. പ്രത്യേകിച്ച് സംശയമൊന്നും തോന്നാതിരിക്കാൻ അവൾ തൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിൽ അന്ന് രാത്രി താമസിക്കുന്നു. ചോദ്യം ചെയ്തപ്പോൾ ഒന്നും അറിയില്ല എന്നായിരുന്നു അവളുടെ ഉത്തരം. തലേന്ന് രാവിലെ അവിടെ എത്തി അവൾ മുത്തച്ഛനകത്ത് മരിച്ചു കിടക്കുകയാണ് എന്നറിയാമായിരുന്നിട്ടും ഒന്നും അറിയാത്തവളെ പോലെ നടിച്ചു. ഫോൺ അമിതമായി ഉപയോഗിക്കുന്നതിനും വൈകി വീട്ടിലെത്തുന്നതിനും മുത്തച്ഛൻ സ്ഥിരമായി തന്നെ വഴക്കു പറയുമെന്ന് ഇപ്പോൾ പോലീസിന് നൽകിയ മൊഴിയിലുണ്ട്. കൊല്ലത്ത് പഠനകാലത്താണ് ഇപ്പോൾ കൊലപാതകം നടത്തിയ കാമുകനെ താൻ പരിചയപ്പെടുന്നത്. ഈ കാമുകനും അയാളുടെ 2 കൂട്ടുകാരുമാണ് കൊലപാതകത്തിൽ പങ്കാളികളായത്. വീട്ടിലേക്കുള്ള വഴി കാണിച്ചു കൊടുത്തത് പെൺകുട്ടി. വീടിനുള്ളിലേക്ക് കയറി മുത്തച്ഛനെ കൊല്ലാനുള്ള എളുപ്പവഴിയൊക്കെ അവൾ ഈ കൊലപാതകികൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. വീട്ടിലെ മറ്റു മുറികളൊക്കെ അലങ്കോലപ്പെട്ട് കിടക്കുകയാണ്. എന്നാൽ പെൺകുട്ടിയുടെ മുറിയിൽ ആരും അതിക്രമിച്ച് കയറിയതിൻ്റെ ലക്ഷണങ്ങളില്ല. ഇതും പോലീസിന് വലിയ സംശയമുണ്ടാക്കി. വീടുമായി അടുപ്പമുള്ള ആരോ ആണ് കൊലപാതകം നടത്തിയതെന്ന് പോലീസ് ഉറപ്പിക്കാനുള്ള ഒരു കാരണം. പെൺകുട്ടിയുടെ മൊബൈൽ ഫോൺ രേഖകൾ പരിശോധിച്ചപ്പോൾ കൊലപാതകികളെക്കുറിച്ച് കൃത്യമായ സൂചന പോലീസിന് ലഭിച്ചു. മുത്തച്ഛൻ ഞായറാഴ്ച വീട്ടിൽ ഒറ്റയ്ക്കാണ് എന്ന് കാമുകനെ ഫോണിൽ വിളിച്ച് പെൺകുട്ടി അറിയിക്കുന്നു. തുടർന്നാണ് കാമുകനും കൂട്ടുകാരും ട്രെയിനിൽ പുറപ്പെടുന്നത്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഓട്ടോറിക്ഷയിൽ കരുവാറ്റ കന്നുകാലിപ്പാലത്തിന് സമീപമെത്തിയ സംഘം അവിടെ നിന്ന് 1 കിലോമീറ്ററോളം വിജനമായ നാട്ടുവഴിയിലൂടെ നടന്ന് 9:30 വയോധികന്റെ വീട്ടിലെത്തുന്നു. കൃത്യത്തിന് ശേഷം ഇതേ വഴിയിലൂടെ അവർ തിരികെ മടങ്ങുന്നു. കൊലപാതകത്തിന് ശേഷം ഇവർ പരസ്പരം ഫോൺ വിളിച്ചും നേരിട്ടും ബന്ധപ്പെട്ടിരുന്നു. ഒടുവിൽ പെൺകുട്ടിയെ പോലീസ് പിടിച്ചു എന്ന് മാധ്യമങ്ങളിൽ നിന്നറിഞ്ഞതോടെ അവർ പകച്ചു. പോലീസ് തങ്ങളുടെ അടുക്കലേക്ക് എത്തുമെന്ന് അവർ ഉറപ്പിച്ചു. ആ വയോധികനെ എങ്ങനെ കൊലപ്പെടുത്തണമെന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ കുറ്റാരോപിതരും പെൺകുട്ടിയും നിരന്തരം ചർച്ച ചെയ്തിരുന്നു. വിഷം കൊടുത്ത് കൊലപ്പെടുത്തണോ അതോ വാഹനാപകടത്തിൽ കൊലപ്പെടുത്തണോ? ഇത്തരം പല ആലോചനകൾ അവർക്കിടയിൽ നടന്നു. ഇതിനിടയിലാണ് വയോധികന്റെ മകളെ പ്രസവ ശുശ്രൂഷയ്ക്ക് വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്.
4 ദിവസം മുൻപായിരുന്നു ഇത്. വയോധികന്റെ ഭാര്യയും ഒപ്പം വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ. അന്നുവരെ ഒപ്പമുണ്ടായിരുന്ന പെൺകുട്ടി കൂട്ടുകാരുടെ വീട്ടിലേക്ക് താമസം മാറ്റുന്നു. വൈകിട്ട് ട്യൂഷൻ കഴിഞ്ഞെത്തിയപ്പോൾ വയോധികൻ വീട്ടിലില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവൾ കൂട്ടുകാരിയുടെ വീട്ടിലേക്ക് ചെല്ലുന്നത്. ഒരുപക്ഷെ മദ്യപിച്ചകത്ത് കിടപ്പുണ്ടാകും, വീട് തുറന്നില്ല എന്ന് കൂട്ടുകാരിയോട് അവൾ പറഞ്ഞു. ഞായറാഴ്ച രാവിലെ വീണ്ടും പെൺകുട്ടി സുഹൃത്തിനൊപ്പം ആ വീട്ടിലെത്തി. കതകിൽ തട്ടി വിളിച്ചു. പക്ഷേ മുത്തച്ഛൻ കതക് തുറക്കുന്നില്ല എന്ന് അയൽക്കാരോട് ചെന്ന് പറഞ്ഞു. ഒടുവിൽ അയൽവാസികളുടെ സാന്നിധ്യത്തിൽ വയോധികന്റെ മൊബൈൽ ഫോണിൽ വിളിക്കുന്നു. മൊബൈൽ ഫോൺ എടുക്കുന്നില്ല. പിന്നീട് തിങ്കളാഴ്ച രാവിലെ വീണ്ടും അവൾ അവിടെ എത്തി. അയൽവാസികളുടെ സഹായത്തോടെ പിൻവാതിൽ തുറന്ന് അകത്ത് കയറുകയായിരുന്നു. വയോധികൻ മരിച്ചു കിടക്കുന്നത് കണ്ട പെൺകുട്ടി അലമുറയിട്ടു. പോലീസ് എത്തിയപ്പോൾ ശനിയാഴ്ച രാവിലെയാണ് അവസാനമായി മുത്തശ്ശനെ കണ്ടത് എന്നവൾ പോലീസിനോട് പറഞ്ഞു. മദ്യപിക്കുന്ന ശീലമുള്ള ആളാണ്, അതുകൊണ്ട് വയോധികന്റെ കൂട്ടുകാരെ സംശയമുണ്ട് എന്നും പെൺകുട്ടി പോലീസിന് നൽകിയ മൊഴിയിലുണ്ട്. പെൺകുട്ടി ആദ്യം ഇത്തരമൊരു സംശയം പോലീസിന് മുന്നിൽ നിരത്തിയപ്പോൾ പോലീസിനും സംശയം വയോധികന്റെ സുഹൃത്തുക്കൾ ആരെങ്കിലും ആകുമോ അയാളെ കൊലപ്പെടുത്തിയത്. വീടിന്റെ ശൗചാലയത്തിലെ ആസ്ബറ്റോസ് ഷീറ്റ് മരത്തടി ഉപയോഗിച്ച് തിക്കി പൊക്കിയതിനു ശേഷം എയർ ഹോളിലൂടെ 2 പേർ വീട്ടിലേക്ക് കയറുന്നു. എങ്ങനെ കയറണം എന്നുവരെ പെൺകുട്ടി കാമുകന് പറഞ്ഞു കൊടുത്തിരുന്നു. വയോധികനെ നഗ്നനാക്കി കിടത്തിയതിനു ശേഷമാണ് കിടക്കവിരി കൊണ്ട് കൈകാലുകൾ കൂട്ടിക്കെട്ടി അതേ കിടക്കവിരി കൊണ്ട് കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയത്. ഈ സമയം വീഡിയോ കോളിലൂടെ ഈ ക്രൂര ദൃശ്യങ്ങൾ കണ്ടാസ്വദിക്കുകയായിരുന്നു പെൺകുട്ടി. അയൽവാസിയായ ജോഷിയുടെ വീട്ടിലേക്കാണ് അവൾ ഓടിച്ചെന്നത്. കതകിൽ മുട്ടിയിട്ടും വിളിച്ചിട്ടും ഡോർ തുറക്കുന്നില്ലെങ്കിൽ കൂടെ വരുമോ? ശിവൻകുട്ടി എങ്ങോട്ടെങ്കിലും പോയി കാണുമെന്ന ജോഷിയുടെ മറുപടി. ചെരുപ്പും സൈക്കിളും വീടിന് മുന്നിലുണ്ട്, അതുകൊണ്ട് മുത്തശ്ശൻ ഒരിടത്തേക്കും പോകാനിടയില്ല എന്ന് പെൺകുട്ടി ജോഷിയോട് പറയുന്നു. ഉടൻ തന്നെ ജോഷിയും സമീപത്ത് വീട് പണിയിൽ ഏർപ്പെട്ട തൊഴിലാളികളും ചേർന്ന് കതകിൽ മുട്ടി വിളിക്കുന്നു. മറുപടിയില്ലാത്തതിനാൽ അടുക്കളവാതിലിന്റെ ഗ്രില്ല് തകർത്ത് ഉള്ളിൽ കയറിയപ്പോൾ കിടക്കവിരി ഉപയോഗിച്ച് കൈയും കാലും കൂട്ടിക്കെട്ടി ചുരുണ്ടുകൂടി കിടക്കുന്ന നിലയിൽ മൃതദേഹം. ഇത് കണ്ട് അലമുറയിട്ട പെൺകുട്ടി ഓടിക്കൂടിയ ബംഗാളികൾക്ക് നേരെ കൈചൂണ്ടി നിങ്ങൾ കൊന്നതാണ് എന്ന് ആക്രോശിക്കുന്നു. മുൻവാതിലും അടുക്കളയുടെ ഗ്രില്ലുമൊക്കെ അകത്തുനിന്ന് അടച്ചിട്ടിരിക്കുന്ന വീട്ടിൽ വയോധികൻ കൊല്ലപ്പെട്ടത് പോലീസിനെ അമ്പരപ്പിച്ചു. ശൗചാലയത്തിലെ ആസ്ബറ്റോസ് ഷീറ്റ് പോലീസ് ശ്രദ്ധിച്ചിരുന്നു. എന്നാൽ അതുവഴി അകത്ത് കയറി കൊല നടത്താനുള്ള സാധ്യത വിരളമായിരിക്കുമെന്ന് പോലീസ് ആദ്യം കണക്കുകൂട്ടി. മണിക്കൂറുകൾക്കകം കേസിന്റെ ചുരുൾ നിവർന്നപ്പോൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കുൾപ്പെടെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. പ്രായപൂർത്തിയാകാത്തവരാണ് ഈ കൊലപാതകത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. എങ്കിലും മുതിർന്നവരെ പോലെ അവർ അതിക്രൂരമായ വൃദ്ധനെ കൊലപ്പെടുത്തി. അവർ നടത്തിയ ആസൂത്രണം അത് പോലീസ് അന്വേഷണ സംഘത്തെ അമ്പരപ്പിക്കുന്നു. മുതിർന്ന കുറ്റവാളികളെ പോലെ എന്തെല്ലാം ചെയ്യണമെന്നും എങ്ങനെ പ്രതിരോധിക്കണമെന്നും പ്രതികൾ നേരത്തെ ആസൂത്രണം നടത്തിയിരുന്നു. കേരളത്തെ അമ്പരപ്പിച്ച കരുവാറ്റയിലെ വയോധികന്റെ കൊലപാതകത്തിന് പിന്നിലെ സത്യം നമ്മെ നടുക്കിക്കളയുന്നു. അമ്പരപ്പിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് പുറത്തുവരുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.